പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് അല്പം ഷോർട്ടായിട്ട് അല്പമായി മാത്രമേ എനിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത് മാത്രം. എൻ്റെയും കുടുംബജീവിതം വീട്ടുകാർ വിവാഹ ആലോചന തുടങ്ങി. പക്ഷേ ഈ വിവാഹ ആലോചന തുടങ്ങിയ സമയം മുതൽ തടസ്സങ്ങൾ ഓരോ വിഷയത്തിൽ. എന്നാലും തടസ്സങ്ങളെല്ലാം മാറി തക്ക സമയത്ത് വിവാഹം നടന്നു 22ാമത്തെ വയസ്സിൽ. പക്ഷേ ആ ഭവനത്തിൽ വിവാഹം കഴിഞ്ഞ് കയറിയ ആ ദിവസം മുതൽ എനിക്ക് കണ്ണുനീരാണ്. ഓരോരോ ചെറിയ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് ഹസ്ബൻഡും വീട്ടുകാരും കൂടെ എന്നെ മാനസികമായിട്ട് എനിക്ക് വളരെ പ്രയാസങ്ങളും വേദനയിലും കഷ്ടത്തിൽ കൂടി ജീവിതം കടന്നുപോയി. അത് കഴിഞ്ഞ് അവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഡൽഹിക്ക് വന്ന് അദ്ദേഹത്തിന് ജോലി ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ചില വേറെ പ്രത്യേക വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശത്രു കൊണ്ടിട്ടു. അതെന്തെന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ മുമ്പോട്ട് പോയി. ആ വിഷയത്തിൽ ഒരുപാട് വേദനകളും കഷ്ടങ്ങളും നിരാശകളും ജീവിതം തന്നെ തകർന്ന അവസ്ഥയിലായി. സമാധാനം എന്തെന്നേ അറിഞ്ഞിട്ടില്ല. കുടുംബജീവിതം വിവാഹ നാളുകളിൽ എത്രമാത്രം സന്തോഷത്തോട് സമാധാനത്തോട് ജീവിക്കേണ്ട, എന്നാൽ ഞാൻ സന്തോഷവും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയായി ജീവിതം മുമ്പോട്ട് പോയി. ഒരിക്കൽ അതിനുള്ളിൽ 2 കുഞ്ഞുങ്ങളൊക്കെയും ഉണ്ടായി, ദൈവം തന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചു എനിക്കെന്തോ മാനസിക പ്രോബ്ലം. അങ്ങനെ ഒരു ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാനിടയായി. പക്ഷേ ഞാൻ അറിയാതിരിക്കെ എന്നെ അറിഞ്ഞ എൻ്റെ കർത്താവ്, എൻ്റെ യേശുപ്പച്ചൻ അറിയാൻ ഞാൻ ശരിക്കും മാനസിക രോഗിയല്ല. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളാണ് ആ അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചെന്ന്. പക്ഷേ ആ ഡോക്ടറെ കാണാനായിട്ട് ദൈവം ആ പടിക്ക് വരെ പോയി. പക്ഷേ ആ ഡോക്ടറെ കാണാൻ ആ കോമ്പൗണ്ടിനകത്ത് കയറാൻ ദൈവം അനുവദിച്ചില്ല. അദ്ദേഹം എവിടെയോ ടൂറ് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. എൻ്റെ യേശുപ്പച്ചൻ അവിടുന്ന് അത്ഭുതം ചെയ്തു. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഒരു പറയുന്നതൊക്കെ കേട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വളരെ ദേഷ്യവുമെല്ലാം വൈരാഗ്യമെല്ലാമായി. ചില വ്യക്തികൾക്ക് വിവാഹബന്ധം വേർപെടുത്തണമെന്ന് തന്നെ തീരുമാനമായി. എല്ലാം തീരുമാനിച്ചു. 2 കുഞ്ഞുങ്ങളുമായി ഇതിനുള്ളിൽ വിവാഹബന്ധം വേർപെടുത്തുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. പക്ഷേ ആരാണ് കൂടുതൽ അതിനകത്തിൽ ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ കൂടുതൽ ആഗ്രഹിച്ചത്? ആ വ്യക്തിയിൽ കൂടി തന്നെ ദൈവം അവരുടെ ചില സംസാരങ്ങൾ എന്നെ ദൈവം കേൾപ്പിച്ചു. ആ സമയത്ത് എൻ്റെ ദൈവം, ഞാനും തീരുമാനിച്ച എനിക്കും ഇനി ഈ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചാണ്. പക്ഷേ ആ വ്യക്തിയിൽ കൂടിയുള്ള സംസാരം അതെൻ്റെ ജീവിതത്തിൽ വലിയ വാശിക്ക് കാരണമാക്കി തീർത്തു. അത് കർത്താവ് തന്നെ എന്നെ കേൾപ്പിച്ചതാണ്. അത് വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ്, സഹോദരിയാണ്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇതൊക്കെ കാരണമാണ് എൻ്റെ കർത്താവിനെ അറിയാൻ ദൈവം ഇടയാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുൻപിൽ അഭിനയിച്ചു. കാരണം എനിക്ക് നിൽക്കണം, എനിക്ക് വാശിയായിപ്പോയി. എനിക്ക് മകൻ്റെ കൂടെ തന്നെ ജീവിക്കണം, ഇവരുടെ മധ്യത്തിൽ ജീവിച്ച് കാണിക്കുമെന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ആ വിവാഹബന്ധത്തിൻ്റെ എല്ലാം തീരുമാനിച്ചെടുത്ത് ദൈവം അവിടെയും അത്ഭുതം ചെയ്തു. പിന്നെയും ഞങ്ങൾ ഡൽഹിയിൽ തിരിച്ചു വരാനിടയായി. ഡൽഹി വന്ന് താമസിക്കുന്ന സമയത്ത് പിന്നെയും എനിക്ക് നിരാശയും കഷ്ടതയിൽ പ്രയാസത്തിൽ കൂടി തന്നെ മുമ്പോട്ട് പോയി. എനിക്ക് പരിസരമൊന്നും ശ്രദ്ധയില്ല. ഞാൻ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്തോ ഒരു മായ ലോകത്തിലെ പോലായിരുന്നു എൻ്റെ അവസ്ഥ. ആരുമില്ല സഹായിപ്പാൻ, ആശ്രയിപ്പാൻ, ഒന്ന് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. അന്ന് ഫോണൊന്നുമില്ല വേണ്ട രീതിയിൽ. അങ്ങനെയായിട്ട് ഒരു ദിവസം ഞാനിങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ എന്നോട് ആരോ സംസാരിക്കുകയാണ്. നീ അവിടെ ഇപ്പോൾ അടുത്ത് ഭവനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പാട്ടുപാടി ദൈവത്തെ അവരാരാധിക്കുന്നു. അപ്പോൾ എന്നോട് പറയുകയാണ്, നീ അവിടേക്ക് പോകും, നിനക്ക് സമാധാനം കിട്ടും, നീ അവിടേക്ക് പോകും, നിനക്ക് സമാധാനം കിട്ടുമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയാൻ ഇടയാക്കിയത്. ഞാൻ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നിടത്തേക്ക് ഞാൻ കടന്നു പോകാനിടയായി. എൻ്റെ യേശു കർത്താവ് ആദ്യമേ അങ്ങനെയാണ് എൻ്റെ ദൈവത്തെ ഞാൻ അറിയുവാൻ ഇടയാകിയത്. എൻ്റെ കർത്താവ് ആദ്യം എനിക്ക് സമാധാനം തന്നു. അത് കഴിഞ്ഞ് പാപത്തിൽ നിന്നും വിടുതൽ തന്നു. പാപം എന്താണ് എന്നൊക്കെയും എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിലൊക്കെ പോകുവാനിടയായി. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് വിരോധമൊന്നുമില്ലായിരുന്നു.
അങ്ങനെ ഞാൻ പോയി. പിന്നീട് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് ജീവിക്കുവാനിടയായി. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താപ്പച്ചൻ എന്നെ സഹായിച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കുടുംബജീവിതത്തിലാണ് ഞാൻ തകർന്നത്. അതിനുമുമ്പേ ഞാൻ വിഷം കഴിച്ചപ്പോഴും ഒന്നും ഞാൻ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ തകർന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസനി കൂടി ദൈവം എന്നോട് ആലോചന പറഞ്ഞു, ഒരു ദിവസം മകളെ 2010 3-ാം മാസം നിനക്ക് വിടുതലുണ്ടെന്ന്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്താ എൻ്റെ ജീവിതത്തിൽ വിടുതലെന്ന്. അത്രയ്ക്കൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആത്മീയ ജീവിതത്തിൽ ഇറങ്ങിയ സമയങ്ങളാണ് അത്. കറക്റ്റും ഞാൻ ആ തകർന്ന വിഷയത്തിൽ ഒരു വ്യക്തി മുഖാന്തരമായിരുന്നു അത്. ആ വിഷയത്തിൽ 2010 3-ാം മാസം എനിക്ക് വിടുതൽ കിട്ടി. ഡൽഹി ദേശത്തു നിന്ന് തന്നെ ആ വ്യക്തിയെ ദൈവം മാറ്റി. അങ്ങനെ എനിക്ക് കർത്താവ് വിടുതൽ തന്നു. പ്രിയ ദൈവമക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നെ ഇന്ന് വിവാഹബന്ധം വേർപെടുത്തുന്നു, അത് വസ്ത്രം മാറുന്നത് പോലെ തന്നെ ഇന്ന് നടക്കുന്നു. അതൊന്നുമല്ല. വിവാഹം ഒന്നേ ഉള്ളൂ, ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞ എൻ്റെ അവസ്ഥയിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യേശു കർത്താവ് മാത്രമേ നിങ്ങളെ വിടുവിക്കാനുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് വിടുതൽ തന്നതാണ്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി പറയുവാൻ പറ്റും, എല്ലാവരുടെയും കുടുംബജീവിതം അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ എളിയ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവപാദപീഠം സമർപ്പിക്കുന്നു.